നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. നവരാത്രി രണ്ടാം ദിവസമായ നാളിനെ പൂജ ചെയ്യുന്നത് ബ്രഹ്മസ്വരൂപിണിയായ ഭാവത്തിലുള്ള പാർവതി ദേവിയെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തിനും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കുന്നതായി BJP ജനറൽ സെക്രട്ടറി MT രമേശ്. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂൾ കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത കേരളത്തിനായി ഒക്ടോബർ 2 മുതൽ 2025 മാർച്ച് വരെ അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായി പാണഞ്ചേരി പഞ്ചായത്ത് ആചരിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. നവരാത്രി രണ്ടാം ദിനമായ ഇന്ന് പൂജ ചെയ്യുന്നത് ബ്രഹ്മസ്വരൂപിണിയായ ഭാവത്തിലുള്ള പാർവതി ദേവിക്കാണ്. ഇതിനു പിറകിൽ ഒരു കഥയുണ്ട്, അഥവാ വിശ്വാസമുണ്ട്. അതിങ്ങനെയാണ്: സതീദേവി പാർവതിയായി പുനർജന്മം നേടി പരമശിവനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് ദൃഢപ്രതിജ്ഞയെടുത്തു. ശിവനെ ഭർത്താവായി കിട്ടാൻ ദേവി കഠിനമായ വ്രതങ്ങളും ശിവപൂജയും ചെയ്യുവാൻ ആരംഭിച്ചു. ശിവനെ പാർവതി ദേവിയിൽ താല്പര്യമുണ്ടാകാൻ ദേവതകൾ കാമദേവനെ നിയോഗിച്ചു. കാമദേവൻ കാമാസത്രം ശിവന് നേരെ അയച്ചു. ഇത് മനസ്സിലാക്കിയ ശിവൻ തന്റെ മൃണാം തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ക്രോധാഗ്നിയിൽ ചുട്ടു ചാമ്പലാക്കി. കടുത്ത തപസ്സിൽ ഏർപ്പെട്ട പാർവതി ദേവി ശരിക്കും ബ്രഹ്മചാരിണിയായി. തന്നെ ഭർത്താവായി കിട്ടാനാണ് ദേവി ഇത്രയും കഷ്ടങ്ങൾ സഹിച്ച് തപസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ ശിവൻ ദേവിക്കടുത്തേക്ക് വേഷം മാറിച്ചെന്ന് ശിവനെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു. അതൊന്നും വകവയ്ക്കാതെ ദേവി തപസ് തുടർന്നു. ഒടുവിൽ ശിവൻ ദേവിയിൽ സംതൃപ്തനായി. പിന്നീട് അവർ സന്തോഷത്തോടെ ദമ്പതികളായി ജീവിച്ചു. ഈ കഥയെ ആസ്വാദമാക്കിയാണ് ദേവിയെ ബ്രഹ്മചാരിണി ഭാവത്തിൽ നവരാത്രിയിലെ രണ്ടാം ദിവസം പൂജിക്കുന്നതും ആരാധിക്കുന്നതും. ബ്രഹ്മചാരിണി ദേവിയെ പൂജിച്ചാരാധിച്ചാൽ ആത്മീയ പ്രഭാവം, ധർമ്മനിഷ്ഠ, സംയമനം, വൈരാഗ്യം മുതലായ ഗുണങ്ങൾ ഭക്തർക്ക് ലഭിക്കുമെന്നാണ് വിശ്വാസം. ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് വിശ്വാസികൾ ഏറെ പ്രാധാന്യമായി കാണുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തിനും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കുന്നു. മുഖ്യമന്ത്രി ഗുരുതര ആരോപണങ്ങളിൽ പെടുമ്പോൾ അനാവശ്യ വിഷയങ്ങൾ വിവാദമാക്കി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രക്ഷകനായി എത്തുന്നുവെന്നും BJP ജനറൽ സെക്രട്ടറി MT രമേശ്. തൃശൂരിൽ BJP സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MT രമേശ്. സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു BJPയുടെ കളക്ടറേറ്റ് മാർച്ച്. ദേശവിരുദ്ധ ശക്തികൾ സംസ്ഥാനത്തെ കൊള്ളയടിക്കുന്നു. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും അതിനെ കൂട്ടുനിൽക്കുന്നു. അൻവറിന്റെ വെളിപ്പെടുത്തലിലെ ശരിയായ രാഷ്ട്രീയമല്ല ചർച്ചയാകുന്നത്, മറിച്ച് ADGP RSS നേതാവിനെ കണ്ടു എന്നതാണ്. ഇത് വിവാദമാക്കി ഗുരുതര കുറ്റകൃത്യങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്തുവാനുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ തന്ത്രമാണെന്നും MT രമേശ് ആരോപിച്ചു. തൃശൂർ പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് മുഖം തിരിഞ്ഞു നിൽക്കുകയാണുണ്ടായതെന്നും MT രമേശ് പറഞ്ഞു. PR ഏജൻസി ആശ്രയിക്കുന്ന പിണറായി വിജയൻ ഏറ്റവും ദുർബലനായ മുഖ്യമന്ത്രിയാണെന്നും രമേശ് പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, ജില്ലാ നേതാക്കളായ TR ഹരി, രവികുമാർ ഉപ്പത്ത്, ജസ്റ്റിൻ ജേക്കബ്, രഘുനാഥ് C മേനോൻ, സുരേന്ദ്രൻ അയനിക്കുന്നത്ത് തുടങ്ങിയവരും സമരത്തിന് നേതൃത്വം നൽകി. BJP സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിന്റെ ഭാഗമായിരുന്നു തൃശൂർ ജില്ലാ കളക്ടറേറ്റ് മാർച്ചും. മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും ചേർന്നുകൊണ്ട് കേരളത്തെ കൊള്ളയടിക്കുകയാണ്. ആ കൊള്ളപ്പണം മുഴുവനും ഉപയോഗപ്പെടുത്തുന്നത് രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന ദേശവിരുദ്ധ ശക്തികളാണ് എന്നുള്ള ആരോപണം കഴിഞ്ഞ കുറെ കാലമായി പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളതാണ്. ആ ആരോപണങ്ങളെല്ലാം വസ്തുതപരമായിട്ട് ശരിയാണ് എന്ന് ഇന്ന് ബോധ്യമായിരിക്കുന്നു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം ഭാരതീയ ജനതാ പാർട്ടി ഉന്നയിക്കുന്നത്.
മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് കേരളത്തിൽ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന ആരോപണത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരമൊരു മാർച്ച് സംഘടിപ്പിക്കുന്ന പശ്ചാത്തലം ഇവിടെ വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ ഓരോ ദിവസവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ വെളിപ്പെടുത്തലുകളും വസ്തുതകളും. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച സ്കൂൾ കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സജിത് PS അധ്യക്ഷത വഹിച്ചു. കലോത്സവത്തിൽ വിദ്യാർത്ഥികളുടെ നാടോടി നൃത്തം, ഭരതനാട്യം, സംഘനൃത്തം, പ്രസംഗം, ആക്ഷൻ സോൺ തുടങ്ങി വിവിധ കലാപരിപാടികൾ നടത്തി. ഓരോ വിഭാഗങ്ങളിലും വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കോമഡി ഉത്സവം സന്ദീപ് പുത്തൂർ മുഖ്യാതിഥിയായ ചടങ്ങിൽ സ്കൂൾ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ലിബി വർഗീസ്, നളിനി വിശ്വംഭരൻ, സ്കൂൾ പ്രധാനാധ്യാപിക റിംസി ജോസ്, PTA പ്രസിഡന്റ് ജിത്തു ചന്ദ്രൻ, SMC വൈസ് ചെയർമാൻ മാർവിൻ മൈക്കിൾ, കലോത്സവം കോർഡിനേറ്റർ സൗമ്യ സുഗതൻ, MPTA പ്രസിഡന്റ് മേഘ സുമേഷ്, PTA, MPTA, SMC അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വരും വർഷങ്ങളിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ശേഷം ഏതൊക്കെ തലങ്ങളിലേക്കാണ് മാറുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാവാം, അല്ലെങ്കിൽ ജില്ലാ കളക്ടറാവാം, ഡെപ്യൂട്ടി കളക്ടറാകാം, കലാകാരന്മാരാകാം, പാട്ടുകാരിയാകാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആവാം. ആരൊക്കെ എന്തൊക്കെ ആയി തീരുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഓരോ തരത്തിലും പ്രത്യേകം കഴിവുള്ളവരാണെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പോൾ ഇവിടെ ഇന്ന് വന്ന കുട്ടികൾ ഡാൻസൊക്കെ കളിക്കില്ലെന്ന് പാട്ടുപാടില്ലേ? ഇവിടെ സന്ദീപ് ചേട്ടനുണ്ട്. സന്ദീപ് ചേട്ടൻ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? വടക്കാഞ്ചേരി ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ദേവസ്വം ബോർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തിരിതെളിഞ്ഞു. ഗുരുവായൂർ മുൻ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി, അരീക്കര ഇല്ലം കൃഷ്ണൻകുമാർ ഇളയത്ത് തുടങ്ങിയവർ തിരിതെളിയിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് തിരുവാതിര കളിയും അരങ്ങേറി. പ്രസിഡന്റ് AC കണ്ണൻ, സെക്രട്ടറി ജയകുമാർ, ട്രഷറർ മനുദേവ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മരോട്ടിച്ചാൽ AUPS സ്കൂളിൽ സംഘടിപ്പിച്ച സ്കൂൾ കലോത്സവം സ്കൂൾ പ്രധാനാധ്യാപിക ലീന VN ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ നാടോടി നൃത്തം, പ്രച്ഛന്നവേഷം, സംഘനൃത്തം തുടങ്ങിയ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സ്കൂൾ അധ്യാപകർ, PTA, MPT അംഗങ്ങൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു.
മികച്ച NCC ഓഫീസറായ മേജർ PG സ്റ്റൈജുവിനെ ആദരിച്ചു. എറണാകുളം ഗ്രൂപ്പിന്റെ കീഴിലുള്ള 5 ജില്ലകളിലെ കേഡറ്റുകൾക്കായി തൃശൂർ ചിന്മയ കോളേജിൽ നടന്ന NCC ക്യാമ്പിലാണ് മികച്ച NCC ഓഫീസർക്കുള്ള DGNCC കമൻഡേഷൻ കാർഡ് ലഭിച്ച മേജർ PG സ്റ്റൈജുവിനെ സ്വീകരണം നൽകിയത്. എറണാകുളം ഗ്രൂപ്പ് കമാൻഡറും നാവികസേന മെഡൽ ജേതാവും കൂടിയായ കമാൻഡർ സൈമൺ പന്തായി PG സ്റ്റൈജുവിനെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. ക്യാമ്പ് കമാൻഡന്റ് ലഫ്റ്റനന്റ് കേണൽ MT ബ്രിജേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള ഗേൾസ് ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ രാജേന്ദ്രൻ സിംഗ് സിന്ധു, കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ VV പ്രകാശ്, ലഫ്റ്റനന്റുമാരായ ശിവരാമകൃഷ്ണൻ, അനൂപ് MR, റെയ്ന, സുബേദാർ മേജർ ബിജോയ് റായ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. രക്തദാനം, വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ലഹരിവിരുദ്ധ പരിപാടികൾ, NCCയിലെ മികച്ച പ്രവർത്തനങ്ങൾ എന്നിവ കണക്കിലെടുത്താണ് അവാർഡ് ലഭിച്ചത്. മേജർ PG സ്റ്റൈജു മറുപടി പ്രസംഗം നടത്തി. ക്ലാസ് സത്യം പറഞ്ഞാൽ ഹാപ്പി എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ പട്ടാളത്തെ കുറിച്ചൊക്കെ അറിയാമെന്നൊക്കെ. അപ്പോൾ ഒന്നുകൂടി കേട്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. എന്താ പറയാ, എൻജോയ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞെനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സർ. നമസ്കാരം. സ്റ്റൈജ് സാറ് എന്നെ പഠിപ്പിച്ചിട്ടില്ല. +2 ഹയർ സെക്കൻഡറി മറ്റത്തിലായിരുന്നു. അവിടുത്തെ സംസ്കൃതം സാറായിരുന്നു. PTA മീറ്റിങ്ങിനൊക്കെ അമ്മമാർ വരുമ്പോൾ ആകെ ടെൻഷനായിട്ട് വരിക. എന്തൊക്കെ ആരെ ഭാഗത്തുനിന്ന് കേൾക്കുക. അവർക്കൊരു സമാധാനമായിട്ട് പോകുന്നത് സാറിന്റെ വാക്കുകൾ കേൾക്കുമ്പോഴാണ്. ഇതുപോലെ രസകരമായിട്ട് പറയാനുള്ളത് സാർ അതിന്റെ ഇടയിൽ കൂടെ പറയും ചെയ്യും. എന്നാൽ അവർക്കത് ഫീൽ ആവില്ല. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ നവരാത്രി ആരംഭിച്ചു. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾ രാവിലെ ആരംഭിച്ചു. വെളുപ്പിനെ 4 മണിക്ക് ശാസ്താവിന് 108 കരിക്കഭിഷേകത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. 8 മണിക്ക് ക്ഷേത്ര നടപ്പുരയിൽ വെച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ഭദ്രദീപം തെളിയിച്ച് നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ പ്രേംരാം ചൂണ്ടാലത്ത്, MP മുരളീധരൻ, കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽ കർത്ത, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗം K രവീന്ദ്രനാഥൻ, മേളപ്രമാണികൾ പെരുവനം സതീശന്മാരാർ, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് C സുധാകരൻ, സെക്രട്ടറി K രഘുനന്ദനൻ, ജോയിന്റ് സെക്രട്ടറി രവി ചക്കോത്ത്, ട്രഷറർ KK വേണുഗോപാൽ, സമിതി മുൻ പ്രസിഡന്റ് M രാജേന്ദ്രൻ, ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. സർഗസ്വരം കലാസാഹിത്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 6 ഞായർ വൈകിട്ട് 2:30 സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ വെച്ച് സർഗസംഗമ സന്ധ്യ നടത്തുന്നു. സർഗസ്വരം പ്രസിഡന്റ് ശ്രീ കാവിൽ രാജ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്യുന്നു. പോൾ C തരകൻ രചിച്ച ഓർമ്മയ്ക്കൊരു ശർക്കരത്തുണ്ടിന്റെ രുചി എന്ന ഗ്രന്ഥം എഴുത്തുകാരൻ ശ്രീ ജോമി PL പ്രകാശനം ചെയ്യുന്നു. പാലക്കാട്ടേക്കൊരു മടക്കയാത്ര എന്ന പുസ്തകം നിരൂപകൻ ഡോക്ടർ അജിതൻ മേനോത്ത് പ്രകാശനം ചെയ്യുന്നു. ശില്പകലയുടെ സഞ്ചാരപദങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി പ്രഭാഷണം നടത്തുന്നു. സുപ്രസിദ്ധ ദാരുശില്പി KR ബാലകൃഷ്ണനെയും ചിത്രകാരൻ ജോൺസൺ നമ്പഴിക്കാടിനെയും ചടങ്ങിൽ ആദരിക്കുന്നു. ശ്രീദേവി അമ്പലപുരം, മോഹൻ പറത്തിൽ തുടങ്ങിയവർ കാവ്യാലാപനവും ആർട്ടിസ്റ്റ് KN ദാമോദരൻ, ജോയ് ചിറമേൽ, MS ഗോവിന്ദൻകുട്ടി, സതീഷ് മാമ്പ്ര തുടങ്ങിയവർ ആശംസകളും നേർന്നിരുന്നു. MS ഗോവിന്ദൻകുട്ടി, സതീഷ് മാമ്പ്ര തുടങ്ങിയവർ ആശംസകളും നേർന്നു. വാർത്താസമ്മേളനത്തിൽ കാവിൽ രാജ്, ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി, സുദർശനം സുകുമാരൻ, ജോയിന്റ് ചിറമേൽ, KS ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു.
ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO certified laboratory. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി മൂക്ക് തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. ജോജി കൊട്ടേക്കാടന്റെ ടെൻഡുൽക്കർ മെമ്മോറിയൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കൂട്ടല കതിരപ്പിള്ളി ശ്രീധരൻ മെമ്മോറിയൽ ബാഡ്മിന്റൺ അക്കാദമിയുടെ നേതൃത്വത്തിൽ അകാലത്തിൽ പൊലിഞ്ഞ ബാഡ്മിന്റൺ താരമായ ജോജി കൊട്ടേക്കാടൻ, ടെൻഡുൽക്കർ എന്നിവരുടെ സ്മരണകൾ ഉണർത്തി അനുസ്മരണ സമ്മേളനവും ഓൾ കേരള ഓപ്പൺ കാറ്റഗറി ബാഡ്മിന്റൺ ടൂർണമെന്റും സംഘടിപ്പിച്ചു. ബാഡ്മിന്റൺ അക്കാദമി രക്ഷാധികാരി KS മണിവർണ്ണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങുകളുടെ ഉദ്ഘാടനം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ET ജലജൻ നിർവഹിച്ചു. അക്കാദമി പ്രസിഡന്റ് KC അഭിലാഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ CS ശ്രീജു, INTUC മണ്ഡലം പ്രസിഡന്റ് ബാബു പാണങ്കുടിയിൽ, അനിൽ സാർക്ക്, TM വർഗീസ്, CB സെബാസ്റ്റ്യൻ, നിതീഷ് രാജു, സുബി വർഗീസ്, സഞ്ജു തോമസ്, ശ്രീരാഗ് മാധവൻ, കാർത്തിക് മാളക്കാരൻ, രഞ്ജു വർഗീസ്, എബിൻസ് VA, സനൂപ്, അമൽ വലക്കാവ്, ജെയ്സൺ പിറവം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓപ്പൺ കാറ്റഗറി ടൂർണമെന്റിൽ വിന്നേഴ്സ് ടീം അംഗങ്ങളായ അതുൽ N, ജെയ്സൺ വൈക്കം എന്നിവർക്ക് 10,000 രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയും, റണ്ണേഴ്സ് ടീം അംഗങ്ങളായ ജിബിൻ N, ദീപക് കായംകുളം എന്നിവർക്ക് 5,000 രൂപയും ക്യാഷ് പ്രൈസും ട്രോഫിയും സമ്മാനിച്ചു. സർവമംഗള ട്രസ്റ്റ് ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിക്കുന്നു. മലയാള കവിതാ ശാഖയിലെ മികച്ച നവാഗത എഴുത്തുകാരെ ആദരിക്കുന്നതിനായി കവിയും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന ഡോക്ടർ P. നാരായണൻകുട്ടിയുടെ സ്മരണാർത്ഥം സർവമംഗള ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള കവിതാ പുരസ്കാരത്തിന് കവിതാ സമാഹാരങ്ങൾ ക്ഷണിക്കുന്നു. മികച്ച കൃതിക്ക് 50,000 രൂപയും പ്രശസ്തി പത്രവും സമ്മാനിക്കുന്നതാണ്. പ്രമുഖ എഴുത്തുകാർ അടങ്ങുന്ന വിദഗ്ധ സമിതിയാണ് അവാർഡിനർഹരായവരെ നിശ്ചയിക്കുക. ജഡ്ജിംഗ് പാനലിന്റെ തീരുമാനം അന്തിമമായിരിക്കും. എല്ലാ വർഷവും ജനുവരി ആദ്യവാരം ഈ പുരസ്കാരം സമ്മാനിക്കുന്നതാണ്. ആദ്യ പുരസ്കാരം 2025 ജനുവരി 3 തൃശൂർ ജില്ലയിലെ പെരുവനത്ത് നടക്കുന്ന പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിൽ വെച്ച് സമ്മാനിക്കും. മരോട്ടിച്ചാൽ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലെ പരിശുദ്ധനായ യെൽദോ മോർ ബെസോലിയോസ് ഭാവയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. 1, 2 ചൊവ്വ ബുധൻ തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന, പ്രസംഗം, ആശീർവാദം, തിരുശേഷിപ്പ് വണക്കം എന്നിവയും പെരുന്നാൾ ദിനമായ ബുധനാഴ്ച രാവിലെ നടത്തിയ വിശുദ്ധ കുർബാനയ്ക്ക് കോഴിക്കോട് ഭദ്രാസന മെത്രാപൊലിത്ത ഐറേനിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രസംഗം, തിരുശേഷിപ്പ് വണക്കം, പ്രദക്ഷിണം, ആശീർവാദം എന്നീ ചടങ്ങുകൾ നടത്തി. നേർച്ച സദ്യയും ഒരുക്കിയിരുന്നു. വികാരി ഫാദർ മാത്യു ഈരാളി, ട്രസ്റ്റിമാരായ ലിജു ചിറപ്പുറത്ത്, ബൈജു എളമന, സെക്രട്ടറിമാരായ മനോജ് മോളത്ത്, ലിൻസൺ ആച്ചേരിക്കുടിയിൽ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം മുതൽ 2025 മാർച്ച് 30 വരെ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് തലത്തിൽ ഒക്ടോബർ 2 ബഹുജന റാലി സംഘടിപ്പിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സാവിത്രി സദാനന്ദൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് റാലി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ്
നമ്മുടെ നാട് വൃത്തിഹീനമാക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങളെ ബോധവൽക്കരണം നടത്തുകയും മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിനിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. പഞ്ചായത്ത് കോമ്പൗണ്ടിൽ നിന്നും റാലി ആരംഭിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ റാലിയുടെ സമാപന പ്രസംഗം നടത്തി. പഞ്ചായത്ത് സെന്റർ മുതൽ പഞ്ചായത്ത് കോമ്പൗണ്ട് വരെയുള്ള പൊതു ഇടങ്ങൾ ശുചീകരിച്ച് മാർച്ച് 30 വരെ നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചതായി പ്രസിഡന്റ് അറിയിച്ചു. അധ്യക്ഷ ശ്രീമതി സാവിത്രി സദാനന്ദൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഫാൻസി ഷാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ET ജലജൻ, ശ്രീമതി അനിത KV, സുബൈദ അബൂബക്കർ, ജനപ്രതിനിധികൾ, ആസൂത്രണ കമ്മിറ്റി ഉപാധ്യക്ഷൻ KP ചന്ദ്രൻ, അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, ആശാ വർക്കർ, തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ, കുടുംബശ്രീ അംഗങ്ങൾ, വിവിധ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജ് NSS വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു. നിധി കമ്പനീസ് അസോസിയേഷന്റെ 6ാമത് സംസ്ഥാന വാർഷിക പൊതുസമ്മേളനം ഈ മാസം 6-ന് തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 10:30-ന് ഹോട്ടൽ എലൈറ്റ് ഇന്റർനാഷണലിൽ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഡേവിസ് A. പാലത്തിങ്കൽ അധ്യക്ഷനായിരിക്കും. വൈസ് പ്രസിഡന്റ് ജോസഫ് EA മുഖ്യപ്രഭാഷണം നടത്തും. ജനറൽ സെക്രട്ടറി സലീഷ് AA, സെക്രട്ടറിമാരായ ബിനീഷ് ജോസഫ്, സുരേഷ് M, ഗോപൻ G. നായർ, വൈസ് പ്രസിഡന്റ് MV മോഹനൻ, ട്രഷറർ സുബ്രഹ്മണ്യൻ PB, സോണൽ പ്രസിഡന്റുമാരായ ഹേമചന്ദ്രൻ നായർ, നിതീഷ് PC, അടൂർ സേതു തുടങ്ങിയവർ പ്രസംഗിക്കും. ബിസിനസ് മീറ്റിംഗ്, ചർച്ചാ ക്ലാസുകൾ തുടങ്ങിയവയാണ് മറ്റു പരിപാടികൾ. വാർത്താസമ്മേളനത്തിൽ ഡേവിസ് A. പാലത്തിങ്കൽ, സലീഷ് AA, ജോസഫ് EA, MV മോഹനൻ, സുബ്രഹ്മണ്യൻ PB തുടങ്ങിയവർ പങ്കെടുത്തു. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നീരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വീണ്ടും വാർത്തയിലേക്ക്. കമ്മ്യൂണിസ്റ്റ് മുദ്രകുത്തി പിരിച്ചുവിട്ട കേന്ദ്ര സർക്കാർ ജീവനക്കാരെ പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ധർമ്മസമരയാത്ര ഓഗസ്റ്റ് 15-ന് ആരംഭിച്ച് തലസ്ഥാനത്തെത്തി ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നൽകുമെന്ന് അഡ്വക്കേറ്റ് R. മനോഹരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിരിച്ചുവിട്ടവർക്കും ആശ്രിതർക്കും ECHS ചികിത്സാ സഹായം, നഷ്ടപരിഹാരം എന്നിവ അനുവദിക്കുക. പിരിച്ചയക്കപ്പെട്ടവർ
മരണമടഞ്ഞാൽ ആശ്രിതർക്ക് മിനിമം പെൻഷൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർമ്മസമരയാത്ര നടത്തുന്നതെന്ന് ആർ മനോഹരൻ അറിയിച്ചു. ഒരു കൊച്ചു സ്വപ്നത്തിന് ചിറകുമായി കളക്ടറെ കാണാൻ അവരെത്തി. പ്രായം തളർത്തിയ ഓർമ്മയുടെ താളം തെറ്റിയവരും അനാരോഗ്യകരമായ ക്ഷീണമുള്ളവരും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുമായ വയോജനങ്ങൾക്ക് ജില്ലാ കളക്ടറുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനെത്തി. ജില്ലയിലെ വിവിധ മേഖലയിലുള്ളവരുമായി സംവദിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നടത്തുന്ന മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ പരിപാടിയിൽ ഈ ആഴ്ച അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി മുതിർന്ന പൗരന്മാരാണ് മുഖാമുഖത്തിൽ പങ്കെടുക്കാനെത്തിയത്. ജില്ലാ കളക്ടർ സ്നേഹപൂർവ്വം സ്വീകരിച്ചിരുത്തിയ വയോജനങ്ങളോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. ഒരു കൊച്ചു സ്വപ്നത്തിന് ചിറകുമായി അവിടുത്തെ എന്ന ഗാനം കളക്ടറുടെ മുൻപിൽ പാടിയപ്പോൾ 90 വയസ്സുകാരി റുഗിയ ഉമ്മ ഉറ്റവരും ഉടയവരും കൂടെയില്ല എന്ന സങ്കടം ഒരു നിമിഷത്തേക്കെങ്കിലും മറന്നു. മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും പ്രായം മറന്നുകൊണ്ട് മാപ്പിളപ്പാട്ടും കീർത്തനവും ഗസലും പാടിക്കൊണ്ട് ജില്ലാ കളക്ടറോട് വാചാലരായി. അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ജില്ലാ കളക്ടറുമായി പങ്കുവച്ചു. അവർ ആദ്യമായി വിമാനയാത്ര ചെയ്തതും സാമൂഹ്യനീതി വകുപ്പ് ഓർഫണേജ് കൗൺസിലർ ദിവ്യ അബീഷ്, കൊടുങ്ങല്ലൂർ കൊന്നച്ചോട് മേത്തയിലെ ദയ അഗതി മന്ദിരത്തിലെ നടത്തിപ്പുകാരായ ജലീൽ, നസീമ എന്നിവർക്കൊപ്പം 30 വയോജനങ്ങളാണ് കളക്ടറേറ്റിലേക്ക് എത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവരാത്രി 2ാം ദിവസമായ 4-ന് പൂജ ചെയ്യുന്നത് ബ്രഹ്മസ്വരൂപിണിയായ ഭാവത്തിലുള്ള പാർവതി ദേവിയെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തിനും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കുന്നതായി BJP ജനറൽ സെക്രട്ടറി MT രമേശ്. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂൾ കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത കേരളത്തിനായി ഒക്ടോബർ 2 മുതൽ 2025 മാർച്ച് വരെ അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായി വാണഞ്ചേരി പഞ്ചായത്ത് ആചരിക്കുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർമാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.